ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇന്നും പങ്കുചേരാം വിശുദ്ധ കുർബാനയിലൂടെ. എന്താണ് വിശുദ്ധ കുർബാനയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കാൻ പ്രധാനമായും ആഗ്രഹിക്കുക? നമുക്ക് നോക്കിയാലോ. വിശുദ്ധ കുർബാന എളിമയുടെ കൂദാശയാണ്. ദൈവം തന്നെയായ യേശു ക്രിസ്തു സ്വയം ശൂന്യനാക്കി അപ്പത്തോളം ചെറുതായി മനുഷ്യവർഗത്തിൻ്റെ കൂടെ ആയിരിക്കാൻ തീരുമാനിച്ചതാണ് വിശുദ്ധ കുർബാന. പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കാരുണ്യാതിരേകമാണ് നാം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുക. എന്താണ് വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കാൻ പ്രധാനമായി ആഗ്രഹിക്കുന്നത്? അത് എളിമയുടെ പാഠമാണ്. യേശു തന്നെ സ്വയം ശൂന്യനാക്കി മനുഷ്യനായി അവതരിച്ചു. തൻ്റെ ഉയർപ്പോടുകൂടി യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരേറി. എന്നാൽ മനുഷ്യരായ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ യേശുക്രിസ്തു അപ്പമായി മാറി. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ അനന്ത നന്മയെ പ്രകീർത്തിക്കുവാൻ ഉള്ള കൃപ അങ്ങു തന്നെ എനിക്ക് തരണമേ. മറ്റുള്ളവരിൽ അങ്ങയെ കാണാനുള്ള എളിമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്വയം താഴ്ത്തി എൻ്റെ അടുത്ത് വന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന ജീവനുള്ള അപ്പമാണ് അങ്ങ്. അങ്ങു തന്നെയാണ് സജീവനായി ഈ അപ്പത്തിൽ വസിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അരുളി ചെയ്തപ്പോൾ സമസ്തവും ഉണ്ടായി. അങ്ങ് കൽപ്പിച്ചതൊക്കെ അതുപോലെ നിറവേറി. സത്യദൈവവും സത്യമനുഷ്യനുമായ അങ്ങ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ സ്തുതി ചെയ്യുന്നു. അങ്ങയുടെ സ്തുതികളും നിതാന്തമായ സ്മരണയ്ക്കും വേണ്ടി അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന നിർമ്മല മനസാക്ഷിയോടെ അനുഷ്ഠിക്കുവാനും നിർമ്മല ഹൃദയത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപ അങ്ങു തന്നെ എനിക്ക് നൽകണമേ. ക്രിസ്തുവിൻ്റെ സകല യോഗ്യതകളിലും ഭാഗവാക്കുവാൻ എനിക്ക് വിശുദ്ധ കുർബാനയിലൂടെ കഴിയുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അവസരത്തിലെല്ലാം എൻ്റെ ഹൃദയത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ ഫലങ്ങളും യേശുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ചൈതന്യവും ഒഴുകി ഇറങ്ങുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തന്നെയാണ് ഞാൻ പങ്കുചേരുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹാധിക്യവും അങ്ങയുടെ എളിമയും ഞാൻ വിശുദ്ധ കുർബാനയിൽ കാണുന്നു. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും എളിമയോടുകൂടെ അങ്ങയെയും മറ്റുള്ളവരെയും സമീപിക്കുവാനും എനിക്ക് കൃപ തരണമേ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇന്നും പങ്കുചേർന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.